ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടാണല്ലേ നാട്ടിലെ? ഇവിടെയും എല്ലാ വർഷത്തെക്കാട്ടിലും ചൂട് കൂടുതലാണ് കേട്ടോ. നല്ല ചൂടുണ്ട് ഇവിടെയും. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കും സ്വാഗതം. ആദ്യം ഇതാ സ്കൂളിൽ പോകുന്നതോടുകൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവന് ഈ ഒരു ആഴ്ച ഹാഫ് ഡേ ആണ്. അപ്പോൾ അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഇറങ്ങി, സൈക്കിളിന് എയറുണ്ടായിരുന്നില്ല, അപ്പോൾ എയറൊക്കെ അടിച്ച് അവനങ്ങനെ സ്കൂളിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അവൻ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അവൻ പോയി കഴിഞ്ഞ് റെഡിയായി മുകളിലേക്ക് വന്നു. കണ്ടോ, ഇവിടെ നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ കെട്ടിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. കണ്ടോ, വൃത്തിയാക്കാനും ചെടികളൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കാരണം ഇത് കെട്ടാനായിട്ട് ഇങ്ങനെ സ്റ്റൂള് വെക്കുമ്പോൾ ചെടിച്ചട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടേ പിന്നെ അതൊന്നും ഒതുക്കി വെക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്നലെ അത് ചെയ്തതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടിട്ട് വന്നാലോ. കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു 4:30-5 മണിയോട് കൂടിയാണ് കേട്ടോ ഇത് ഇടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ കമ്പിയൊക്കെ കൊണ്ടുവന്ന് കെട്ടി. നല്ല ചൂടാണ്, നമുക്ക് രാവിലെ തന്നെ അടുക്കളയിലേക്ക് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ആ ചൂട് നമുക്ക് അടുക്കളയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഗ്രീൻ നെറ്റ്. അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നെറ്റ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് 10 അടി വീതിയും 18 അടി നീളവും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വീതി നീളമുള്ള ഒരൊറ്റ പീസായിരുന്നു. അപ്പോൾ അത് അത്രയും വലിപ്പമുള്ളത് കടകളിൽ അങ്ങനെ കിട്ടിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. ചെറിയ ചെറിയ വീതി കുറഞ്ഞ സംഭവങ്ങളാണ് കടകളിൽ കിട്ടണതെന്ന് പറഞ്ഞപ്പോൾ ഇതിങ്ങനെ ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണേ. അപ്പോൾ പപ്പയും അജും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കെട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കെട്ടി കഴിഞ്ഞാലേ നമുക്ക് അതൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചോടം എന്ന് പറഞ്ഞ പോലെ അതിനിടയ്ക്ക് എൻ്റെ പാവ ഇരിക്കുന്നത് കണ്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു 17 വർഷം പഴക്കമുണ്ട് കേട്ടോ. അജുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു പാവയാണ്. അപ്പോൾ അതിനൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇതൊക്കെ ഇങ്ങനെ വലിച്ച് കമ്പിയൊക്കെ വലിച്ച് കെട്ടി അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രീൻ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഭാഗം. അത് കഴിഞ്ഞ വർഷം ഇട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ മഴ വന്ന് നല്ല കാറ്റടിച്ച് മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലൊക്കെ വെള്ളമാവും ഇങ്ങനെ കാറ്റിന് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതിനും ഒരു ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇങ്ങനെ ടൈ ചെയ്യണത്, ഈ ഒരു സാധനം കൊണ്ടാണ് അതിങ്ങനെ ജോയിൻ്റായിട്ട് എടുക്കുന്നത് കേട്ടോ. ജോയിൻ്റ് അല്ല, നമ്മൾ ഈ കമ്പിമേ കെട്ടിക്കൊടുക്കുന്നത് കണ്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതിൻ്റെ ചുറ്റും കിടക്കണത് കേട്ടോ, അതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത പീസുകൾ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ലൈറ്റ് വാങ്ങിച്ചത് കണ്ടോ. അത് 2 എണ്ണം ഒരുമിച്ച് വെച്ചപ്പം നല്ല രസമുണ്ട് കേട്ടോ. അത് ആ ഭാഗത്ത് ഈ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് എടുത്തു വെച്ചതാണ്. അങ്ങനെ ഫൈനലി ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ഈ പണി വർക്ക് ഇവിടെ കഴിഞ്ഞത് കേട്ടോ. ഒരു കഷ്ണം ചെറിയൊരു പീസ് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്തു ഇങ്ങോട്ട് കണ്ടോ. ആ യെല്ലോ കളർ സൈഡ് കാണുന്ന ഷീറ്റ് നമ്മൾ അങ്ങോട്ട് ആഡ് ചെയ്ത് അടുക്കളയുടെ ഡോർ അങ്ങോട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് മറിയാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡ് വരയ്ക്ക് നമ്മൾ എത്തിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതൊരു കാറ്റ് വന്നത് ഒരു കമ്പി പൊട്ടി വീണ് പിന്നെ അത് റെഡിയാക്കി ഇന്നലത്തെ പണിയൊക്കെ കഴിയുമ്പം ഏകദേശം 11 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിയിൽ അങ്ങനെ വീണ് കിടക്കുന്ന പീസുകളൊക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് അടിച്ചു കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു പപ്പ. അങ്ങനെ അത്രയും നേരം ആകുമ്പോഴത്തേക്കൊക്കെ എല്ലാവരും വയ്യാതായിട്ടാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ അടിച്ചു. ഞാൻ പറഞ്ഞത് അവിടെ കിടന്നോട്ടെ, ഞാൻ നാളെ രാവിലെ ക്ലീൻ ആക്കിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ അത് ചൂലെടുത്ത് അടിച്ച് വാരി ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ടതാണ്. അപ്പോൾ അതിൽ നീളമുള്ള സംഭവങ്ങളെ നീളമുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേര് എന്താ പറയുക, ടൈയോ അങ്ങനെ എന്തോ സംഭവമാണ്. അപ്പോൾ അത് എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു പപ്പ. കാരണം അതിങ്ങനെ കെട്ടാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തു വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എടുത്തു വെച്ചിട്ട് ബാക്കി ഇവിടെയൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കലാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ചെടിച്ചട്ടികളൊക്കെ ഒതുക്കി വെക്കണം. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടല്ലോ. ക്ലീൻ ആക്കാന്ന് വെച്ചാൽ എന്നും ചെയ്യുന്ന പണി തന്നെയാണ്. കഴിഞ്ഞ പെയിൻറ്റ് പണി തുടങ്ങിയതിന് ശേഷം നമുക്കിവിടെ ടെറസ് അടിച്ചു വരാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലെ മുറ്റമടിക്കുന്ന പോലെ ഞാൻ എന്നും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ മുറ്റമടിയൊക്കെ പരിപാടി. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ എന്നും ചെയ്യുന്നൊരു കാര്യമായിരുന്നു നമ്മുടെ ടെറസൊക്കെ അടിച്ച് ക്ലീനാക്കി എടുക്കുക എന്നുള്ളത്.
പ്രത്യേകിച്ച് അടുക്കള ഇവിടെ തന്നെ ആയതുകൊണ്ട് നമ്മൾ വേഗം എല്ലാ ദിവസവും വേഗമല്ല എല്ലാ ദിവസവും നമ്മളിവിടെ ഇങ്ങനെ അടിച്ചു വാരി ക്ലീനാക്കി ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളുടെ ഇലകളോ പൂക്കളോ ഒക്കെ കാറ്റിന് കൊഴിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്നന്ന് തന്നെ അടിച്ചെടുക്കാറുണ്ട്. ഈ പെയിൻ്റ് അടിയൊക്കെ ആയതുകൊണ്ട് നമുക്കത് അടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ആ ദിവസങ്ങളിലെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും നമ്മൾ ഗാർഡനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ എന്നും അടിച്ചു വാരി ഇവിടെ മണ്ണും പൊടിയൊക്കെ ക്ലീനാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഈ അടിയിൽ ട്രേ ഒക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അധികം വെള്ളമൊന്നും നമ്മൾ ചെടി നനയ്ക്കുമ്പോഴത്തെ വെള്ളമൊന്നും ഒലിച്ച് ടെറസിലായിട്ട് അങ്ങനെ വൃത്തികേടാവില്ല. അങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന എൻ്റെ ഒരു ഗാർഡൻ. അപ്പോൾ ഇന്നലത്തെ ഈ ഒരു നെറ്റ് ഇടാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ച ചെടികളൊക്കെ ഞാൻ പഴയ രൂപത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നും എടുത്തു വെച്ചു. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ കുറച്ച് അധികം വെയിൽ വേണ്ടാത്ത ഈ നട്ടുച്ചത്തെ ഡയറക്റ്റ് വെയിൽ വേണ്ടാത്ത കുറച്ച് ചെടികളുണ്ടായിരുന്നു. അരേലിയ അങ്ങനെ പിന്നെ ഒരു ചെടിയുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചു കേട്ടോ. അതിലൂടെയൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ എല്ലാ സൈഡും ഇങ്ങനെ അടിച്ചു വാരി എടുത്താൽ ഓരോ ചെടികളുടെ ഗ്യാപ്പിലും വീണിട്ടുള്ള ഇലകളും പൂക്കളൊക്കെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഞാനിവിടെ ചെടിച്ചട്ടികൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ടെറസിലൊക്കെ നമുക്ക് അടിച്ചു വരാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അതായി ചെടികളാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചത്. അരേലിയ ഉണ്ട്, വെരിഗേറ്റഡ് അരേലിയും ഉണ്ട്, മറ്റേ ഗ്രീൻ ഉണ്ട്, ഗോൾഡൻ അരേലിയും ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു 3 എണ്ണം ഒരേ കാറ്റഗറിയിൽ പെട്ട സംഭവം തന്നെയാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഈ നെറ്റിൻ്റെ അടിയിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ രാവിലത്തെ കുറച്ച് വെയിൽ കൊണ്ടാലും പിന്നെ ഡയറക്റ്റ് വെയിൽ കൊള്ളില്ല, നെറ്റിൻ്റെ അടിയിലാണല്ലോ. അപ്പോൾ അതങ്ങനെ എടുത്ത് വെച്ച് പിന്നെ അവിടെയൊക്കെ അടിച്ചു വാരി ഓരോ ചെടികളുടെയും ഗ്യാപ്പിൽ നിന്നൊക്കെ അടിച്ചു വാരി ഈ സൈഡൊക്കെ അങ്ങ് ക്ലീനാക്കി എടുത്തു. അതുപോലെ തന്നെ ഈ സൈഡും അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ചെടികളൊക്കെ ആ സൈഡിലേക്ക് മാറിയല്ലോ. പിന്നെ 2 ചെടി ഞാൻ താഴെ കൊണ്ടുവച്ചു. അതായത് ഞങ്ങളുടെ റൂമിലേക്ക് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വെരിഗേറ്റഡ് ആയിട്ട് വൈറ്റും ഗ്രീനും ആയിട്ട് കാണുന്ന മണി പ്ലാന്റ് ഉണ്ടായിരുന്നു. അതിനെയും പിന്നെ നമ്മുടെ എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു ഫേൺ ഉണ്ടല്ലോ, ഞങ്ങൾ എവർഗ്രീൻ എന്നാണ് പറയുക. അതിൻ്റെ ശരിക്കുള്ള പേര് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിൻ്റെ ഇതും കൂടി അത് രണ്ടും ഞാൻ താഴെ കൊണ്ടുവച്ചു കേട്ടോ. അതുപോലെ തന്നെ വേറൊരു മണി പ്ലാന്റിൻ്റെ ഇത് ഞാനിങ്ങനെ കമ്പിക്ക് കയറ് ചുറ്റി കൊടുത്തിട്ട് അതൊക്കെ സെറ്റാക്കി അതും മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ കുറേ ചെടികളൊക്കെ മാറിയപ്പം അവിടെ നിന്ന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നമ്മളതൊക്കെ റെഡിയാക്കി അടിച്ചു വാരി ക്ലീനാക്കി എടുത്തു. പിന്നെ മുളകും മല്ലിയൊക്കെ ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഉണക്കാനിട്ട് 2-3 ദിവസമായി വെയിലത്തിടുന്നു, കഴുകി ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ വെയിലത്തിട്ടു. പിന്നെ അടുക്കളയിലത്തെ കുറച്ച് പരിപാടികളും നമ്മുടെ ഉച്ചഭക്ഷണം റെഡിയാക്കലും ഒക്കെ കഴിഞ്ഞ് 10:30-11 മണിയാകുമ്പോഴത്തേക്കും നമ്മളിങ്ങോട്ട് താഴേക്ക് വന്നു കേട്ടോ. കാരണം എനിക്കിന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ ഇന്നല്ല, കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എൻ്റെ ഒരു പരിപാടിയാണ്. കുറച്ചായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് ഒരു ദിവസം ഇരുന്ന് വെട്ടലും തയ്ക്കലും ഒക്കെ കൂടി എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയമാണ് ഞാൻ ഇരിക്കുക. ആ ഇരിക്കണ സമയം ചിലപ്പോൾ കട്ട് ചെയ്ത് വെക്കും, പിന്നെ കുറച്ച് ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെക്കും, പിന്നെ ചിലപ്പോൾ പിന്നെ അങ്ങനെ കുറച്ചായിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഇത് എൻ്റെ ഒരു ദുപ്പട്ടയായിരുന്നു, ഷോള് ദുപ്പട്ട എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ കുറേ ഇങ്ങനെ പഴക്കമുള്ള സാധനങ്ങൾ വർഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു ചുരിദാറിൻ്റെ ദുപ്പട്ടയായിരുന്നു. അപ്പോൾ ഞാനതങ്ങനെ എടുത്തു വെച്ചത് ഇപ്പോഴാണ് എനിക്കത് ഡ്രസ്സ് അടിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ലൈനിങ് തുണിയൊക്കെ വാങ്ങിച്ച് നല്ല അടിപൊളിയായിട്ട് കണ്ട നല്ല ഭംഗിയുള്ളൊരു ഇതാണ് കേട്ടോ. നെറ്റാണ് മെറ്റീരിയൽ. അപ്പോൾ അതിനടിയിൽ നല്ല ലൈനിങ്ങൊക്കെ നല്ല ലൈനിങ് തുണിയൊക്കെ കൊടുത്ത് അതിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ അതിൻ്റെ വർക്ക് വരുന്നത്. അങ്ങനെ ഞാൻ ലൈനിങ് തുണിയൊക്കെ കൊടുത്ത് ഇതുപോലെ അത് വെച്ചു. 2 ദിവസമായിട്ട് വെച്ചിട്ട് അതിൻ്റെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ വേറൊരു ചുരിദാറിൻ്റെ ദുപ്പട്ടയാണ് ഈ ഒരു റോസ് കളറിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുരിദാറുകളൊക്കെ അങ്ങ് നാശമായിപ്പോയി. അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ദുപ്പട്ട അത്ര പെട്ടെന്ന് നാശാവില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ. ഇതും ഒരു 5-6 വർഷം മുന്നത്തെയാണ് ഈ ഒരു ദുപ്പട്ട. അപ്പോൾ അതിൻ്റെ അരിക്കുണ്ടായിരുന്നതാണ് ഈ ഒരു സംഭവം കേട്ടോ. അതിങ്ങനെ അവർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ ആ വൈറ്റ് ഇതൊക്കെ ഇങ്ങനെ ചുളിഞ്ഞ് അതിനുള്ളിലേക്കൊക്കെ ആയി കുറേ പുറത്ത് കാണുന്ന രീതിയിലൊക്കെ ആയിട്ട് ആകെ വൃത്തികേടായ പോലെയായിരുന്നു. അപ്പോൾ ഞാനത് മുഴുവൻ അഴിച്ചെടുത്തിട്ട് അയൺ ചെയ്തപ്പോഴാണ് ശരിക്കും അതൊന്ന് നിവർന്ന് വന്നത് കേട്ടോ. ആ ഒരു സൈഡ് വെച്ചിട്ടുള്ളത് അവരിങ്ങനെ ചുളിച്ചൊക്കെ
വെച്ചിരിക്കുകയായിരുന്നു. ഇത് റെഡിമെയ്ഡ് എടുക്കുമ്പോൾ അവർ എങ്ങനെ അറ്റാച്ച് ചെയ്തതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് നല്ല വൃത്തിയാക്കി അത് അയൺ ചെയ്തെടുത്തിട്ട് 2 സൈഡും മടക്കി അടിച്ച് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കളറിന് നമുക്ക് ഈ ഒരു 2 ദുപ്പട്ട കൊണ്ട് നമുക്ക് ഒരു ഡ്രസ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ദുപ്പട്ട ഇതിന് മാച്ച് ചെയ്യാനും പറ്റും. ഇതിനൊരു ലെഗിൻസ് മാത്രം വാങ്ങിച്ചാൽ മതി. കണ്ടോ, ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിനൊരു 3/4 കൈ ഞാൻ 3/4 ആയിട്ട് കൊടുത്തു. അപ്പോൾ അതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം കേട്ടോ. നമുക്ക് ഞാനിത് ഷോൾ എടുത്ത് വെച്ചത് വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സിന് നമുക്ക് മാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതുകൂടിയും കണ്ടപ്പോൾ ഞാനിങ്ങനെ അടിച്ചു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഈ ദുപ്പട്ടയുടെ കണ്ടോ, ഈ ഒരു സംഭവം ഇവിടെ വെച്ച് തയ്ക്കാനുള്ളതാണ്. പിന്നെ ഈ നെറ്റ് ഉണ്ടല്ലോ, ഈ നെറ്റ് ഫ്രണ്ട് സൈഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വേറൊരു ചുരിദാർ കാണിച്ചാൽ, ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് അടിച്ചതാണ്. ഇതെൻ്റെ ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ അജുവിൻ്റെ ഹോളി കമ്മ്യൂണിയന്, അതുവിൻ്റെ ഹോളി കമ്മ്യൂണിയനൊക്കെ ഞാൻ ഇതേ സാരി തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞാനത് മാറ്റി ഇതുപോലെ ഒരു അംബ്രല കട്ടിങ് ഡ്രസ്സ് തയ്ച്ചു കേട്ടോ. അപ്പം അതും നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഇതിനൊരു ഗോൾഡൻ ഷോളും അതിൻ്റെ പാൻറ്റും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ലൊരു പാർട്ടി വെയർ ലുക്കായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറയുടെ ഇതിനത്ര ഭംഗിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. ഇതിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടുണ്ടായിരുന്ന ഈ ഹാഫ് ബീഡ്സൊക്കെ ഞാൻ മുത്തുകൾ എടുത്തിട്ട് അതിങ്ങനെ ഫ്രണ്ട് സൈഡിലും വെച്ചു. കുറച്ച് അരയ്ക്കുന്ന താഴേക്കായിട്ട് കുറച്ചൊക്കെ സാരിമേലുണ്ടായിരുന്നു, ഇല്ലാത്ത ഭാഗത്തു നിന്ന് എടുത്ത് വെച്ചു കേട്ടോ. അതുപോലെ തന്നെ തലഭാഗത്ത് ഉണ്ടായിരുന്നതാണ് ഈ വൈറ്റ് വർക്കും ഗോൾഡൻ വർക്കും ഒക്കെ അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊക്കെ അഴിച്ചെടുത്ത് ഞാൻ എൻ്റെ ചുരിദാറിനെ ഇങ്ങനെ ആക്കി എടുത്തു കേട്ടോ. എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? ഇതിട്ട് കഴിയുമ്പം ശരിക്കും നല്ല അമ്പർല നല്ല അടിപൊളി ചുരിദാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു ചുരിദാറിന് ഈ കളറിൽ എനിക്കൊരു ലെഗിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ചുരിദാർ നമ്മൾ എപ്പോഴും ഇടും, ലെഗിൻസ് നമ്മൾ ഒരേ കളർ തന്നെ ചെറിയ ചെറിയ ഡിഫറൻസിൽ വേറെ കളറുകളുള്ളതുകൊണ്ട് മാറി മാറി ഇടും. അപ്പോൾ ഇതിന് വലിയ കേടുപാടുകളോ പഴക്കമോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചിലതൊക്കെ ഞാൻ ഒരുപാട് പഴക്കമായി കഴിഞ്ഞാൽ വീട്ടിലിടാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത് പഴക്കമൊന്നും വരാത്ത നല്ല ദുപ്പട്ടയായിരുന്നു. അപ്പോൾ ഞാൻ ദുപ്പട്ടയല്ല, ലെഗിൻസ്. അപ്പോൾ ആ ലെഗിൻസ് ഇതിന് മാച്ച് ചെയ്യാം. നല്ലൊരു ഗോൾഡൻ കളറ് ഷോള് വാങ്ങിച്ചു കഴിഞ്ഞാൽ, ദുപ്പട്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ഇടാം കേട്ടോ. ഇതൊരു ഗോൾഡൻ കളർ ദുപ്പട്ട വെച്ചിട്ട് ഞാനൊരു കോട്ട് തയ്ച്ചെടുത്തതാണ് കേട്ടോ. കണ്ടോ, ഈ ഗോൾഡൻ കളർ ദുപ്പട്ട വെട്ടുന്നതിന് മുമ്പ് എനിക്ക് അതത്ര ഓർമ്മയുണ്ടായില്ല ആ ചുരിദാറിന് ഇത് ഷോളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്. അത് വെട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് അതിന് ദുപ്പട്ട കറക്റ്റായിട്ട് ഇപ്പം ചേരുമായിരുന്നു കേട്ടോ. പക്ഷെ ഇതാണ് ഞാൻ ആദ്യം തയ്ച്ചത്. ഇതൊരു കോട്ട് പോലെയാണ് തയ്ച്ചെടുത്തത് കേട്ടോ. സൈഡ് സ്ലിറ്റൊക്കെ കൊടുത്ത് സെൻറ്റർ ഇങ്ങനെ ഓപ്പണൊക്കെ ആക്കിയിട്ട്, പിന്നെ ഇതിന് ലൈനിങ് വെച്ചിരിക്കുന്നത് ആ സാരി വെട്ടിയിട്ട് അടിച്ചുല്ലോ അതിൻ്റെ തുണിയാണ് കേട്ടോ ഇതിന് ലൈനിങ് ആയിട്ട് കൊടുത്തേക്കുന്നത്. കണ്ടോ, അപ്പോൾ നേരത്തെ കാണിച്ച ചുരിദാറിൻ്റെ ആ അമ്പർല കട്ട് കഴിഞ്ഞിട്ട് ഞാൻ സിംഗിൾ അമ്പർലയാണ് അടിച്ചത്. അപ്പോൾ അതിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നു, ആ തുണി വെച്ചിട്ടാണ് ഞാൻ ഇതിന് ലൈനിങ് ആയിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കളറ് ആയതുകൊണ്ട് നമുക്ക് ഏത് കളറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് പെയർ ചെയ്യാനായിട്ട് പറ്റും. ഒരു ബ്ലൂവോ മെറൂണോ വൈറ്റോ ഒക്കെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കോട്ടൊക്കെ വരുന്നുണ്ടല്ലോ പുറത്ത് കോട്ട് ഇടുന്നത്, അപ്പോൾ അങ്ങനെ അങ്ങനെ അടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഒരു ബ്ലൂ കളർ സാരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെട്ടിയിട്ട് തയ്ക്കാമെന്ന് വെച്ചാൽ എ ലൈൻ ചുരിദാർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കോട്ടിടുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ബട്ടണോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചപ്പോൾ ഇതെടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ സൈഡ് സ്ലിറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് പരിപാടികൾ. അപ്പോൾ ഇന്ന് ആ ചുരിദാർ അങ്ങ് തയ്ച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ വർക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു 1-2 മാസമായിട്ട് നമുക്കതിൻ്റെ വർക്കില്ല. അതിൻ്റെ സ്ലീവ് കഴിഞ്ഞു. പിന്നെ നമ്മൾ മെഷീൻ വന്നിട്ട് വേണം ഇനി നമുക്കതിൻ്റെ പാക്കിങ്ങും ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ഞാൻ കുറച്ചായിട്ടാണ് ഇങ്ങനെ തയ്ക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ പ്ലാൻ ഇട്ട് വെച്ചിരുന്നതാണ്, ഇത് വെട്ടി ഇങ്ങനെ തയ്ക്കണം, അത് വെട്ടി ഇങ്ങനെ തയ്ക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒറ്റയടിക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് വർക്ക് കുറവാണല്ലോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഈ ചുരിദാർ അങ്ങ് തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ചുരിദാർ തയ്ക്കാൻ വേണം ആ ദുപ്പട്ടയുടെ സൈഡിലേക്ക് ആ ഒരു ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണം. അതൊന്ന് അഴിച്ചെടുത്ത് തന്നെയാണ് കേട്ടോ, അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണം. അങ്ങനെ ഞാനതൊക്കെ അടിച്ചെടുത്തു. അപ്പോൾ ഇത് കുറച്ച് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഊണ് കഴിക്കാനായിട്ട് പോയിട്ടോ. ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഞാൻ തയ്ക്കാനിരുന്നു. ഇന്ന് ഇതങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് വൈറ്റ് ആയതുകൊണ്ടേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ച് ഒക്കെ പോകുമ്പോൾ എന്തെങ്കിലും കറയോ കാര്യങ്ങളോ ചളിയോ ഒന്നും ആവണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇവിടെ പിള്ളേർക്കൊക്കെ തലയിൽ തയ്ക്കണ എണ്ണയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ മെഷീൻ്റെ മുകളിൽ
വെക്കലും ഒക്കെ ഒരു പരിപാടി ഇവിടെ ഉള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് അവർ അങ്ങനെ വെച്ചിട്ട് നമ്മൾ കാണാതെ ആ വൈറ്റ് ഡ്രസ്സ് അവിടെ അതിൻ്റെ മുകളിലൊക്കെ ആയി എന്തെങ്കിലും അഴുക്കാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു അതങ്ങ് തയ്ച്ച് ഹാങ്ങറിലാക്കി അങ്ങ് ആളമരയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാവുമല്ലോ. അപ്പം ഞാൻ ഇന്ന് തന്നെ അത് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിത് ചുരിദാറൊക്കെ തയ്ച്ചെടുത്തു, ഫുള്ള് തയ്ച്ചെടുത്തു കേട്ടോ. അതിൻ്റെ ദുപ്പട്ടയും കണ്ടോ, അത്യാവശ്യം ഒരു 7 മണിയൊക്കെ ആയി എന്ന് എനിക്ക് തോന്നണം ഇത് കഴിയുമ്പോൾ. 6:30 7 മണിയൊക്കെ ആയി. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു, സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തു. ഇനി ഇതിനൊരു ലെഗിൻസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഓക്കെ ആവും. ദുപ്പട്ടയ്ക്ക് കണ്ടോ 2 സൈഡും കറക്റ്റായി മടക്കി കൂടുതലായിട്ട് നിന്നിരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റായിട്ട് ഞാൻ എൻ്റെ ദുപ്പട്ടയിലേക്ക് അത് പിടിപ്പിച്ചു കൂട്ടാം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല ബാക്ക് പെയിനും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പിന്നെ അച്ചാറിടാനായിട്ട് മാങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. നേരത്തെ അടുക്കളയിലെ പണികൾ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് താഴേക്ക് പോയത്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഉലുവ കായൊക്കെ വറുത്ത് പൊടിച്ച് വെച്ചു. അങ്ങനെ വന്നിട്ട് നമ്മൾ അച്ചാർ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാറിൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ കാണിക്കുന്നില്ല, ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം. ഇതിന് മുമ്പ് ഇട്ടിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ പലതരത്തിൽ അച്ചാറുണ്ടാക്കും. അതിൽ ഒരു മെത്തേഡാണ് ഇത്. എല്ലാം വാട്ടി പൊടികളൊക്കെ ഇട്ട് മൂപ്പിച്ച് ഉണ്ടാക്കുന്ന നമ്മുടെ മാങ്ങ അച്ചാർ. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആയപ്പോഴത്തേക്കും അത്യാവശ്യം 7 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. പിന്നെ ഞാൻ നാളേക്ക് ദോശയ്ക്ക് അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ദോശയ്ക്കൊക്കെ അരച്ച് വെച്ച് വന്നപ്പോഴത്തേക്കും 7 മണിയായി. 7 മണി ആയാലും ഇപ്പം അത്ര പെട്ടെന്ന് ഇരുട്ടാവുന്നില്ല. അപ്പോൾ ഇതാ 6:45 കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൈറ്റ് കത്തൂട്ടോ കണ്ടോ. ഞാനിവിടെ ഒതുക്കി പറക്കി നമ്മൾ കാലത്ത് റെഡിയാക്കി വെച്ചപ്പം ആ ഒരു ലൈറ്റ് ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ലൈറ്റും കത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെടി നനയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ വെങ്കപ്പാടൊക്കെ കണ്ട് എനിക്ക് നല്ല ബാക്ക് പെയിനും ഇതൊക്കെ ആയപ്പോൾ പപ്പ പറഞ്ഞു ഞാൻ നനച്ചോളാം എന്ന് പറഞ്ഞിട്ട് പപ്പയാണ് ഇന്ന് ചെടികളൊക്കെ നനച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.